വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, രണ്ടിലെ ലിസാനിൻ്റെ മറ്റൊരു പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ടാമത്തെ പേപ്പർ ചെയ്യാൻ പറ്റിയിട്ടില്ലായില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മൾ ലിസാനിൻ്റെ ഒരു ക്വിസ് ചെയ്തിട്ടുണ്ട്. ആ ക്വിസ് ഇതുവരെയും ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഞാനതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. ആദ്യ പ്രവർത്തനം സിൽ ബിൽ മുനാസിബ്, യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനുള്ള പ്രവർത്തനമാണ്. ഇവിടെ നമുക്ക് രണ്ട് ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഇടതുഭാഗത്തും രണ്ട് ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഇതിനെന്ത് എങ്ങനെ കൊടുത്തതെന്ന് മനസ്സിലാക്കാനെങ്കിൽ ആദ്യം ഇതിലുള്ള വാക്കുകളൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ അതിന് യോജിച്ച വാക്കുകൾ ഉണ്ടാകും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കണം യോജിച്ചതാണെങ്കിൽ. ഇവിടെ ആദ്യത്തേത് നമുക്കറിയാം ഓറഞ്ചാണ്. ഓറഞ്ചിന് നമ്മൾ അറബിയിൽ പഠിച്ച പേരെന്താണ്? അതിലുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് വരഞ്ഞു കൊടുക്കണം. ഇതിലേതാണ്? ബുർത്തുഖാലുൻ അല്ലേ? ഓറഞ്ച്, ബുർത്തുഖാലുൻ. ഇനി രണ്ടാമത്തത് എന്താണ്? വത്തക്കയാണ്. വത്തക്ക, അതിന് അറബിയിൽ പറയുന്നത് ബിത്തീഖത്തുൻ, വത്തക്ക. ഇനി ഇവിടെ ഇടതുഭാഗത്ത് കാണാം ആദ്യത്തെ ചിത്രം ആപ്പിളാണ്. ആപ്പിളിന് അറബിയിൽ എന്താ പറയുക? തുഫാഹത്തുൻ. ഇനി പേന, പേനക്ക് അറബിയിൽ പറയുന്ന പേര് നമുക്കറിയാം, കലമുൻ, പേന. അപ്പോൾ ഈ പ്രവർത്തനം ഫില്ലായി. ഇതൊക്കെ മോഡൽ പ്രവർത്തനങ്ങളാണ്. ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് വരിക. പക്ഷേ ഈ പേരെന്നെ തരണം എന്നല്ല, വേറെ ഏതെങ്കിലുമൊക്കെ പേരുകൾ തരും. അപ്പോൾ ഓരോ വസ്തുക്കളുടെയും അറബിയിലുള്ള പേരുകൾ പഠിച്ചു വെക്കുകയും ചെയ്യാം. ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് കമ്മിലിൽ ഫറാഗ, വിട്ട ഭാഗം പൂരിപ്പിക്കുക. പൂരിപ്പിക്കാനുള്ള വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതൊന്നും വേണ്ട, ഇവിടുന്ന് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ അൻത എന്നുണ്ട്, തിൽക്ക എന്നുണ്ട്, ഫീ എന്നുണ്ട്, അല എന്നുണ്ട്. ഇതൊക്കെ യോജിച്ച ഭാഗത്ത് കൊണ്ടുപോയി ചേർക്കണം. എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർത്താൽ മാർക്ക് കിട്ടൂല. ഓരോന്നിനും ഓരോ വസ്തുവിനും ആ വസ്തു എവിടെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക? അതിൻ്റെ യോജിച്ചത് ചേർത്ത് കൊടുക്കുക. ചിലപ്പോൾ പുരുഷനായിരിക്കും, ചിലപ്പോൾ ദൂരത്തായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ കാണാം ഡാഷ് ഷജറത്തി. അവിടെ ഏതാണ് യോജിച്ചത്? അലഷ് ഷജറത്തി, മരത്തിന്മേൽ എന്തുണ്ട്? പ്രാവുണ്ട് അല്ലേ? അലഷ് ഷജറത്തി ഹമാമത്തുൻ. രണ്ടാമത്തത് ഇവിടെ ഒരു കുട്ടിയുടെ ഫോട്ടോ തന്നിട്ടുണ്ട്. അതിന് നേരെ ഡാഷ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത്? അൻത. ഇതിൽ യോജിച്ചത് അൻത എന്നാണ്. അപ്പോൾ അൻത ഇബിനുൻ, നീ മകനാണ്. മൂന്നാമത്തത് ഡാഷ് അൽ ജൈബുൻ കലമുൻ. അവിടെ യോജിച്ച് ഏതോ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്. അതേതാണ്? ഫീ എന്നതാണ്. ഫിൽ ജൈബി കലമുൻ, പോക്കറ്റിൽ പേനയുണ്ട്. ഇനി അവസാനത്തത് ഒരു പൂച്ചയെത്ത് തന്നിട്ടുണ്ട്. അവിടെ യോജിച്ചത് എന്ത് ചെയ്യണം? അവിടെ എഴുതി കൊടുക്കണം. ഇതിലേതാണ്? മുഖത്തിലുള്ള ബ്രാക്കറ്റിൽ കൊടുത്തതിൽ നിന്ന് തിൽക്കയാണ് ഇനി എഴുതാനുള്ളത്. അപ്പോൾ തിൽക്ക ഇവിടെ എഴുതി കൊടുക്കുക. തിൽക്ക ഹിറത്തുൻ, താ വരുന്നതിന് തിൽക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് പൂച്ചയാകുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. സംഭവം സിമ്പിളാണ്, പ്രവർത്തനവും സിമ്പിളാണ്. ഇതിൻ്റെ സെമിൽ അഷിയ താലിയത്തി, താഴെ കൊടുത്ത ഈ ഫോട്ടോത്തിൻ്റെ പേരുകൾ മാത്രം, അറബിയിലുള്ള പേരുകൾ മാത്രം എഴുതി കൊടുക്കുക. അതേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് കാണാം എന്താണത്? പപ്പായ. അറബിയിൽ അതിന് പറയുന്ന പേരെന്താണ്? ബബായ, ബബായ. രണ്ടാമത്തത് ഇവിടെ സൈക്കിളാണ് തന്നിട്ടുള്ളത്. സൈക്കിളിന് അറബിയിൽ പറയുക ദറാജത്തുൻ, സൈക്കിൾ. മൂന്നാമതായിട്ട് ചിത്രം എന്താ കൊടുത്തിട്ടുള്ളത്? വെണ്ടക്കയാണ്, വെണ്ടക്ക. വെണ്ടക്കക്ക് അറബിയിൽ പറയുന്ന പേരെന്താണ്? ബാമിയ, ബാമിയ, വെണ്ട. 4 ഇവിടെ കാറാണ് കാണുന്നത് ചിത്രത്തിൽ. കാറിന് നമ്മൾ പഠിച്ച വാക്ക് സയ്യാറത്തുൻ, കാർ.
ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അജ്ബിൽ അസ്ഇലത്തിൽ ആതിയതി, താഴെ തന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാനും. ഇവിടെ ചോദ്യം തന്നിട്ടുണ്ട്, മുകളിലൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി സൈക്കിളിൽ എന്ത് ചെയ്യുന്നുണ്ട്, റോട്ടിലൂടെ ചവിട്ടി പോകുന്നുണ്ട്. ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, ഐനൽ ഇബിനു, മകൻ എവിടെയാണ്? അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ചോദ്യത്തിലെ ഇബിൻ എന്തെടുത്ത് എഴുതണം ഇങ്ങോട്ട്. അൽ ഇബിനു, ഇനി എന്ത് ചെയ്യണം? സൈക്കിൾ മേൽ ആകുന്നു എന്ന് എഴുതണം. അതിനെന്ത് ചെയ്യണം? സൈക്കിൾ മേൽ എന്ന് ഉപയോഗിക്കാൻ അല എന്നത് ചേർത്ത് കൊടുക്കുക. അല, പിന്നെ സൈക്കിളിൽ നിങ്ങൾക്ക് അറിയില്ലേ, ദറാജത്തുൻ. അൽ ഇബിനു അല ദറാജത്തി, മകൻ സൈക്കിൾ മേലാകുന്നു. 2 മാ ദാലിക, അതെന്താണ്? ഇവിടെ കൊണ്ടോ കുറച്ച് എന്തുണ്ട്, ഉള്ളി തന്നിട്ട്, വെളുത്തുള്ളി. അപ്പോൾ എന്ത് ചെയ്യണം നമുക്കിവിടെ? അതിന് മറുപടി എഴുതണം. അതിന് ഫസ്റ്റ് ഇതിലുള്ള ഇതിങ്ങോട്ട് എടുത്ത് എഴുതണം. ദാലിക സൂമുൻ, ഉള്ളിക്ക് എന്താ പറയുക? സൂമുൻ. ദാലിക സൂമുൻ. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്, മൻഹാദ, ഇതാരാകുന്നു? ഇങ്ങനെ വരുന്നിടത്ത് 2 തരത്തിൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, കൺഫ്യൂഷൻ വരും. 2 തരത്തിൽ ഇവിടെ എഴുതാൻ കഴിയും. ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു മകനാണ് എന്നുള്ള രീതിയിൽ എഴുതാം, ഹാദ ഇബിനുൻ എന്ന് എഴുതുക. അതല്ലെങ്കിൽ ഹാദ അഹി, ഇതെൻ്റെ സഹോദരനാണ്, ഹാദ അഹി. ശരിക്കും ഇവിടെ യോജിച്ചത് എന്താണ്? 2 പേരില്ലാത്തത് കൊണ്ട് ഹാദ ഇബിനുൻ എന്ന് തന്നെയാണ് കേട്ടോ. 2 പേരുണ്ടാവുമ്പോൾ ഒരാൾ മറ്റാളെ ചൂണ്ടിയിട്ട് വേണം എന്ത് ചെയ്യുക, ഹാദ അഹി, ഇതെൻ്റെ സഹോദരനാണ്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. നസുൽ അഅദാദ, എണ്ണം യോജിച്ച് എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കുക. ഒന്നാമത്തത് സലാസത്തുൻ, 3 ഉള്ളത് ഏതാണ് ഇതിൽ? ഈ പെൻഗ്വിൻ കാണുന്ന അല്ലേ, 3 പെൻഗ്വിനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിലേക്കാണ് വരച്ചു കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തത് ഹംസത്തുൻ, 5 എണ്ണാണെന്ന്. ഇതിലേതാണ് 5 എണ്ണം ഉള്ളത്? ഇതാണോ? അല്ല, ഇത് 2 ഉള്ളൂ അല്ലേ. 1 2 3 4 5 ആപ്പിളാണ്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ വരച്ചു കൊടുക്കേണ്ടത് 5. 3 ഇസിനാനി, 2 എണ്ണം, അത് മുകളിൽ അല്ലേ, 2 മുയൽക്കുട്ടികളാണ്. അപ്പോൾ ഇതിലേക്കാണ് വരച്ചു കൊടുക്കേണ്ടത്. 4 സബഅത്തുൻ, 7 എണ്ണം ഉണ്ട്. ഏതാ 7 എണ്ണം ഉള്ളത്? 1 2 3 4 5 6 7, മീനാണ്, മത്സ്യം. ഓക്കെ, അപ്പോൾ എണ്ണങ്ങളൊക്കെ നന്നായി പഠിക്കണം കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനമാണ് നസ്അലു മിനൽ ആതിയത്തി, താഴെ തന്നതിൽ നമുക്ക് എന്ത് ചെയ്യുക, ചോദ്യം തയ്യാറാക്കാം. ഇവിടെ ഒരു പ്രാവ് ഒരു മതിലിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യം തന്നിട്ടില്ല, പക്ഷേ ഇവിടെ മറുപടി ഉണ്ട്. അൽ ഹമാമത്തു അലൽ ജിദാരി, പ്രാവ് ചുമരുമേലാകുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ചോദ്യം തയ്യാറാക്കണം. നമുക്കെന്താ ചോദിക്കേണ്ടത്? പ്രാവ് എവിടെയാകുന്നു? ഐനൽ ഹമാമത്തു, പ്രാവ് എവിടെയാകുന്നു, അതാണ് ചോദ്യം വരേണ്ടത്. അതിങ്ങോട്ട് എഴുതിയെടുക്കണം. ഇതിൽ മറുപടിയിൽ കാണുന്നത് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എഴുതണം. മനസ്സിലായില്ലേ? ഫസ്റ്റ് എന്നാൽ ഐന് കൊടുത്ത ശേഷം ഇങ്ങോട്ട് എടുത്ത് എഴുതണം, ഐനൽ ഹമാമത്തു. ഇനി രണ്ടാമത്തത് ഡാഷ്, അവിടെ ചോദ്യം നിന്നിട്ടില്ല, പക്ഷെ ഉത്തരമുണ്ട്. ഹാദാ ഉസ്താദി, ഇതെൻ്റെ അധ്യാപകനാണ്, ഉസ്താദാണ് എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ആ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടാവുക? ഇതാരാണ് എന്നായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് മൻ ഹാദ. ഇവിടെ മൻ എന്ന് എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം. ശേഷം ഹാദ എന്നത് ഇങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇത് ആരാകുന്നു. ഇനി അടുത്തത്, ഇവിടെ ഒരു കുട്ടിയെ കാണുന്നുണ്ടല്ലേ. അവിടെ ചോദ്യം എന്തോ തന്നിട്ടുണ്ട്, പക്ഷെ അതിന് മറുപടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
അവിടെ എന്താണ് മറുപടി? തിൽക്ക ബിൻതുൻ. അപ്പോൾ ഇതിവിടെ എന്തായിരിക്കും ചോദ്യം വന്നിട്ടുണ്ടാവുക? മൻ തിൽക്ക, അതാണ് ഇവിടെ എഴുതി കൊടുക്കുന്നത്. മൻ തിൽക്ക. ഇനി ഇവിടെ കാണാം ഒരു പൂവങ്കോഴിയെ ദാലിക്ക ദീക്കുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ചോദ്യം വരിക? സിമ്പിളാണ്, മാ എന്ന് എഴുതി കൊടുക്കുക. മാ ദാലിക്ക, അതെന്താണ്? അപ്പോൾ മറുപടിയാണ് ദാലിക്ക ദീക്കുൻ, അത് പൂവങ്കോഴിയാണ്. ഇനി അവസാനത്തെ ഒരു പ്രവർത്തനമാണ് തഅറഫ് ബിനഫ്സിക്ക. ഈ സ്വയം എന്ന് പരിചയപ്പെടുത്താണ്. ഒന്ന് ഇസ്മി, എൻ്റെ പേര്. അപ്പം നിങ്ങൾ ആ പേരിവിടെ എഴുതി കൊടുക്കണം. ഇസ്മി, എൻ്റെ പേരെന്താണെന്ന് എന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കുക. ജാസിമുൻ എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് അദുറുസു ഫി ഡാഷ്. അവിടെ എന്താ ചെയ്തേണ്ടത്? അദുറുസു ഫി സൊഫിസ്ഥാനി, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 3 ഫി ബൈത്തി, എൻ്റെ വീട്ടിലുണ്ട്. ഇനി ആരൊക്കെയാണ് വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കുക. ഫി ബൈത്തി അഹി വ ഉമ്മി വ അബി, എങ്ങനെയും വേണമെങ്കിൽ എഴുതി കൊടുക്കട്ടോ. അഹി വ ഉഖ്തി. ഇനി ഉപ്പയും ഉമ്മയാണെങ്കിൽ ഉമ്മി വ അബി. 4 ഹാദിഹി ഡാഷ്. അവിടെ ചോദിച്ചത് ഉസ്റത്തി, ഹാദിഹി ഉസ്റത്തി, ഇതാണ് എൻ്റെ കുടുംബം. ഇനി മറ്റൊരു പ്രവർത്തനങ്ങൾ നോക്കി നോക്കാം. ഇവിടെ നമുക്ക് ചിത്രങ്ങൾ കാണുന്നുണ്ട്. ചിത്രങ്ങൾക്കുള്ള മുകളിൽ തന്നെ ഓരോന്നിൻ്റെയും ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാ ഹാദ, ഇതെന്താണ്? അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഹാദ എന്ന് ചേർത്തുകൊണ്ട് അതിൻ്റെ അറബി വാക്ക്, ഈ ചിത്രത്തിൻ്റെ അറബി വാക്ക് ഇവിടെ എഴുതി കൊടുക്കണം. ഹാദ എന്നതാണ് ഫസ്റ്റ് എഴുതേണ്ടത്. ഹാദ മാഞ്ച, ഇത് മാങ്ങയാകുന്നു. ഇനി രണ്ടാമത്തത് മാ തിൽക്ക, അതെന്താണ്? അപ്പം എന്താ ഇവിടെ എഴുതേണ്ടത്? തിൽക്ക എന്നത് ഫസ്റ്റ് എഴുതി കൊടുക്കുക. തിൽക്ക. ഇനി എന്ത് ചെയ്യണം? ബക്കറത്തുൻ, തിൽക്ക ബക്കറത്തുൻ, അത് പശുവാണ്. മൂന്നാമത്തെ കൊടുത്തിട്ടുണ്ട് മാ ഹാദിഹി, ഇതെന്താണ്? അപ്പോൾ അവിടെ എന്താ എഴുതേണ്ടത്? ഹാദിഹി ദജാജത്തുൻ, അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി അവസാനത്തത് മാ തിൽക്ക, അതെന്താണ്? അപ്പോൾ ഇവിടെ തിൽക്ക ഫസ്റ്റ് എടുത്ത് എഴുതുക. തിൽക്ക തുഫാഹത്തുൻ, അത് ആപ്പിൾ ആകുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ വരികളിലും ഇതുപോലെ ഓരോന്നിൻ്റെ പേര് കൊടുത്ത് എഴുതണം. ഇവിടെ ചോദ്യമുണ്ട് മാ ഹാദ, ഈ ചിത്രത്തിൽ കാണുന്നത് ആരാണ്? അപ്പോൾ ഹാദ സിഞ്ചാബുൻ, അത് അണ്ണാനാകുന്നു, ഇത് അണ്ണാനാകുന്നു. ഇനി മൻ ദാലിക്ക, അതാരാണ്? അപ്പം എന്താ എഴുതുക? ദാലിക്ക ഇബ്നുൻ. ഇനി മൂന്നാമത്തത് മാ തിൽക്ക, അതെന്താകുന്നു? ഇവിടെ ഒരു പൂവ് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ? തിൽക്ക സഹ്റത്തുൻ എന്ന് എഴുതി കൊടുക്കും. തിൽക്ക സഹ്റത്തുൻ. ഇനി അവസാനത്തെ ചിത്രം മാ ഹാദിഹി, ഇതെന്താണ്? വീടാണ് തന്നിട്ടുള്ളത് ചിത്രത്തിൽ. അപ്പോൾ ഹാദിഹി എന്ന് ഇവിടെ എഴുതി കൊടുത്ത് ശേഷം വീടിന് അറബിയിൽ പറയുന്ന വാക്കെന്താണ്? ബൈത്തുൻ, അത് എഴുതി കൊടുക്കണം. ഹാദിഹി ബൈത്തുൻ, ഇത് വീടാകുന്നു. ഇനി അടുത്തുള്ളതും നമുക്ക് നോക്കി നോക്കാം. അതിലാദ്യത്തേത് ഒരു കാറാണ് അല്ലേ? അതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യം മാ ഹാദിഹി, ഇതെന്താണ്? അപ്പോൾ അവിടെ നമ്മൾ എഴുതി കൊടുക്കണം ഹാദിഹി സയ്യാറത്തുൻ, ഇത് കാറാകുന്നു. ഇനി തൊട്ടടുത്തൊരു ചിത്രത്തിൽ കസേരയാണ് കൊടുത്തിട്ടുള്ളത്. കസേരയ്ക്ക് അറബിയിൽ പറയുന്നത് അറിയാമല്ലോ, കുർസിയുൻ എന്നാണ്. അപ്പോൾ അവിടെ ചോദ്യമുണ്ട് മാ ഹാദ, ഇതെന്താണ്? അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഹാദ എന്ന് ഫസ്റ്റ് എഴുതി കൊടുക്കാം. ചോദ്യത്തിൽ ഹാദ എന്നത് ഇങ്ങോട്ട് എഴുതിയെടുത്തിട്ട് ഹാദ കുർസിയുൻ, ഇത് കസേരയാകുന്നു. അതുപോലെ തൊട്ടടുത്ത് ഒരു പൂവങ്കോഴിയെ കാണാം.
മാ ദാലിക്ക അതെന്താകുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ എഴുതുക? ദാലിക്ക ദീക്കുൻ അത് പൂവങ്കോഴിയാണ്. ഇനി മാ ഹാദിഹി ഇതെന്താണ്? ചിത്രം എന്താണ്? മരം. അപ്പോൾ ഹാദിഹി ഷജറത്തുൻ ഇത് മരമാകുന്നു. ഇനി അടുത്ത ചിത്രത്തിൽ കാണാം. ഫസ്റ്റ് ഒരു പേനയാണ് കാണുന്നത്. ചോദ്യം മാ ഹാദ ഇതെന്താണ്? ഹാദ കലമുൻ ഇത് പേനയാകുന്നു. രണ്ടാമത്തത് മാ ദാലിക്ക അതെന്താണ്? അപ്പോൾ ദാലിക്ക എന്ന് എടുത്തെഴുതിയിട്ട് കിതാബുൻ ദാലിക്ക കിതാബുൻ അത് പുസ്തകമാകുന്നു. ഇനി അടുത്തത് പൂച്ചയാണ്. ഹാദിഹി എന്ന് എഴുതിയിട്ടുണ്ട്, മഹാദിഹി എന്ന്. അതിന് മറുപടി എഴുതണം ഹാദിഹി ഹിറത്തുൻ ഇത് പൂച്ചയാകുന്നു. ഇനി മൻ ഹാദിഹി ഇതാരാകുന്നു? ഒന്നല്ലെങ്കിൽ ഇവിടെ എന്താ എഴുതാം? ഹാദിഹി ഇബ്നുൻ ബിൻതുൻ ഹാദിഹി ബിൻതുൻ ഇത് മകളാണ്. ഇനി അടുത്തൊരു പ്രവർത്തനം നോക്കാം. ഇവിടെ അല ഫി അന എന്ന് പറയുന്ന ഹർഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇവിടെ ഒരു ടേബിളിൻ്റെ മുകളിൽ വത്തക്ക കാണാം. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഡാഷ് തോവിലെത്തി ബിത്തീഹത്തുൻ. അപ്പോൾ മേശയുടെ മുകളിൽ എന്തുണ്ടെന്ന് പറയണം? വത്തക്കയുണ്ട് എന്ന്. അപ്പം മുകളിൽ എന്ന് ചേർക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഫി ആണോ അനയാണോ അലയാണോ? അല എന്നാണ്. മുകളിലാകുമ്പോൾ അല എന്നതാണ് ചേർക്കട്ടോ. അല തോവിലെത്തി ബിത്തീഹത്തുൻ മേശക്ക് മുകളിൽ എന്തുണ്ട്? വത്തക്കയുണ്ട്. ഇനി അടുത്തത് ഇവിടെ ഒരു പച്ച തത്തയെ കാണാം. അപ്പോൾ അത് കൊമ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡാഷ് ഷജറത്തി ബബ്ഗാഉൻ എന്ന് കൊടുത്തിട്ടുണ്ട്. മരത്തിന് തത്ത മരത്തിൻ്റെ എവിടെയാണ്? മുകളിലാണെന്ന് വേണം. അപ്പോൾ മുകളിൽ എന്ന് കൊടുക്കാൻ മുകളിലാണെങ്കിൽ അല എന്നതാണ് ചേർക്കുക. ഇനി അടുത്തത് ബാഗ് അല്ലേ? ബാഗ് കാണാം. അവിടെ കൊടുത്തിട്ടുണ്ട് ഡാഷ് അൽ ഹഖീബത്തി കിതാബുൻ. അപ്പോൾ അവിടെ ഏതാണ് ചേർക്കേണ്ടത്? ഫി ആണ്. നമ്മൾ ഉള്ളിലുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം? ഫി എന്നതാണ് ചേർക്കുക. ഫിൽ ഹഖീബത്തി ബാഗിലുണ്ട്, കിതാബുൻ പുസ്തകമുണ്ട്. ഇനി ഇവിടെ അടുത്തത് ഒരു സിഞ്ചാബുൻ ഒരു അണ്ണാനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ഫി ആണോ അതോ അലയാണോ അനയാണോ? അത് അന എന്നതാണ് ചേർത്ത് കൊടുക്കുക. അന സിഞ്ചാബുൻ ഞാൻ അണ്ണാനാണ്. ഇനി അടുത്തത് ഇവിടെ ഒരു ടേബിളിൻ്റെ മുകളിൽ പപ്പായ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിലായതുകൊണ്ട് ഇവിടെ ഏതാണ് ചേർക്കേണ്ടത്? അലയാണ്. അലത്തോവിലെത്തി ബബായ മേശയുടെ മുകളിൽ എന്തുണ്ട്? പപ്പായയുണ്ട്. ഇനി ഡാഷ് സല്ലത്തി മൗസുൻ ഇവിടെ എന്താണ് ചേർക്കേണ്ടത്? ഇത് ഉള്ളിലല്ലേ? കൊട്ടയ്ക്കുള്ളിലല്ലേ? അപ്പോൾ ഫി സല്ലത്തി ഫി എന്നതാണ് ചേർത്ത് കൊടുക്കുക. ഫി സല്ലത്തി മൗസുൻ കൊട്ടയിൽ വാഴപ്പഴമുണ്ട്. ഇനി ഇവിടെ ഒരു പോക്കറ്റിൽ പേനയാണുള്ളത്. അപ്പോൾ അവിടെ ഡാഷ് അൽ ജൈബി കലമുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏതാണ് ചേർക്കേണ്ടത്? പോക്കറ്റിൽ ഉള്ളിലല്ലേ? അപ്പോൾ ഉള്ളിലാവുമ്പോൾ ഫി എന്നതാണ് ചേർക്കുക. ഫിൽ ജൈബി കലമുൻ പോക്കറ്റിൽ പേനയുണ്ട്. ഇനി ഇവിടെ ഒരു വത്തക്കയല്ല കൈതച്ചക്കയെ കാണുന്നുണ്ട്. ഇവിടെ ഡാഷ് വിട്ടുപോയിട്ടുണ്ട്. അനാനാസുൻ അനാനാസ് പറഞ്ഞാൽ കൈതച്ചക്ക. അപ്പോൾ അവിടെ എന്താണ് എഴുതേണ്ടത്? അന അനാനാസുൻ ഞാൻ എന്താണ്? കൈതച്ചക്കയാണ്. ഇനി അടുത്തതായിട്ട് കാണാം ഒരു കാറ് അല്ലേ? ആ കാറിൽ ഒരാളുമുണ്ട് അല്ലേ? ഡ്രൈവർ. അപ്പോൾ ഇവിടെ ചേർക്കേണ്ടത് ഡാഷ് സയ്യാറത്തി സൗവാക്വൻ. അപ്പം അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഫി എന്നതാണ്. ഫി സയ്യാറത്തി സൗവാക്വൻ കാറിൽ ഡ്രൈവറുണ്ട്. ഇനി അടുത്തത് ഡാഷ് റസി
ഖലൻസുവത്തുൻ. തലമേൽ എന്തുണ്ട്? തൊപ്പിയുണ്ട് എന്ന് എഴുതണം. അതിനിവിടെ ഏതാണ്? ഫി ആണോ അലയാണോ അനയാണോ? അലയാണ്. അലർ റസി, തലക്ക് മുകളിൽ ഖലൻസുവത്തുൻ, തൊപ്പിയുണ്ട്. ഇനി അടുത്തത് കൊട്ടക്കുള്ളിൽ മാങ്ങയുണ്ട്. അപ്പോൾ കൊട്ടക്കുള്ളിലായതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ ഫി എന്നതാ ചേർക്കുക. ഫിസ്സല്ലത്തി മാഞ്ച, കൊട്ടയിൽ മാങ്ങയുണ്ട്. ഇനി ഇവിടെ ഒരു പൂവ് കാണാം, വേറെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെ സഹ്റത്തുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകും അനയാണ് ചേർക്കുക. അന സഹ്റത്തുൻ, ഞാൻ പുഷ്പമാകുന്നു. ഇനി അടുത്തത് ഇവിടെ ഒരു അക്വേറിയം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിനുള്ളിൽ എന്തുണ്ട്? ഒരു വെള്ളത്തിൽ എന്തുണ്ട്? ഒരു മത്സ്യമുണ്ട്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അസ്സമക്കു, മത്സ്യം ഡാഷ് അൽമാ ഇ, വെള്ളത്തിൽ എന്നാണ് വേണ്ടത്. അപ്പോൾ വെള്ളത്തിൽ എന്ന് പറയണമെങ്കിൽ ഫി എന്ന ചേർക്കുക. ഇനി അടുത്തത് അൽ മാഞ്ച ഡാഷ് അഷജറത്തി, ഇവിടെ പഴം എവിടെയാണ്? മരത്തിന്മേലാണ് എന്ന് വേണം. അൽ മാഞ്ച, മാമ്പഴമാകുന്നത്, അലഷജറത്തി, മരത്തിന്മേലാകുന്നു. ഇനി അവസാനത്തത് ഇവിടെ ഒരു ബക്കറ്റിൽ വെള്ളം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എഴുതിയത് എന്താണ്? അൽ മാ ഉ ഡാഷ് ദൽവി, അൽ മാ ഉ വെള്ളം, ഏതാണ് വേണ്ടത്? ബക്കറ്റിൽ അല്ലേ? അപ്പോൾ ഫിദ്ദൽവി, ബക്കറ്റിലാകുന്നു. ഇനി അടുത്തത് അൽ മുഅല്ലിമു ഡാഷ് സൊഫി, ഇവിടെ കാണാം ഒരു അധ്യാപന ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അൽ മുഅല്ലിമു ഫിസ് സൊഫി, ക്ലാസ്സിലല്ലേ? അപ്പോൾ ഫിസ് സൊഫി എന്നതാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൻ്റെ കുറച്ചപ്പുറത്തൊരു ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റാറിലൊന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്യണേ. അതോടുകൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.